ഇന്ന് സോഷ്യൽ മീഡിയ ആകെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഒരു വീഡിയോ ആണ്. വീഡിയോ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി നിർണയ യോഗത്തിന് പങ്കെടുക്കാനെത്തിയ ഒരു വനിതാ നേതാവും ഒരു മുതിർന്ന നേതാവും തമ്മിലുള്ള കാര്യമാണ്. അതായത് ഈ വനിതാ നേതാവ് ഇവിടേക്ക് കടന്നു വരുന്നു, സൗഹൃദപരമായ ഒരു ഷേക്ക് ഹാൻഡിനായി കൈ നീട്ടുന്നു. എന്നാൽ ഈ മുതിർന്ന നേതാവ് ആ ഷേക്ക് ഹാൻഡ് വകവയ്ക്കാതെ അതൊരു സൗഹൃദപരമായ ഒരു ഫ്രണ്ട്ലി ഹഗ്ഗിനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് വീഡിയോയിലുള്ളത്. ഈ വീഡിയോ ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും തന്നെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താഴെ ചില രസകരമായ കമൻറ്റുകളും വരുന്നുണ്ട്. അതായത് വെള്ളിമൂങ്ങ എന്ന ചിത്രത്തിൽ അതിലെ ഒരു കഥാപാത്രം ഒരു വനിതയായിട്ടുള്ളൊരു സ്ത്രീയെ കയറി ആലിംഗനം ചെയ്യാൻ ശ്രമിക്കുന്നതും എൻ്റെ ശാന്തി എന്നൊക്കെ വിളിക്കുന്നതായിട്ടൊരു ദൃശ്യമുണ്ടായിരുന്നു. നമ്മളൊക്കെ കുറേ ചിരിച്ചതാണ് ഈ ഒരു ദൃശ്യം കണ്ട്. ഈ സമാനമായ ദൃശ്യമാണ് എല്ലാവർക്കും ഈ വീഡിയോ വൈറലായപ്പോഴും മനസ്സിലേക്ക് ആദ്യമായിട്ട് വന്നത്. അതിനെ ആസ്പദമാക്കിയുള്ള കമൻറ്റുകളാണ് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത്? വനിതാ നേതാവ് തൻ്റെ സൗഹൃദമോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ടൊക്കെ ആയിട്ടായിരിക്കും ഷെയ്ക്ക് ഹാൻഡ് എന്ന രീതിയിൽ കൈ നീട്ടിയിട്ടുണ്ടാവുക. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലും ചിലപ്പോൾ ദുരുദ്ദേശമോ അല്ലെങ്കിൽ മോശമായ ഒരു ഉദ്ദേശമൊന്നും ഉണ്ടായിട്ടായിരിക്കില്ല. സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ആലിംഗനം എന്നുള്ള രീതിയിലേക്ക് ഇദ്ദേഹം മുന്നേറ്റേക്ക് വരുന്നത്. എന്നാൽ അതിവ്യക്തമായി ഈ ഒരു വനിതാ നേതാവ് പ്രകടിപ്പിക്കുന്നുണ്ട് തൻ്റെ അസ്വസ്ഥത. ആദ്യം കൈ ഉയർത്തി നോ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം വീണ്ടും കയ്യിലേക്ക് പിടിച്ച് ആ ആലിംഗനം തന്നെയായിട്ട് മനഃപൂർവ്വം അല്ലെങ്കിൽ ഒരു ബലപ്രയോഗം നടത്തുന്ന പോലൊരു ഫീല് വരുന്നുണ്ട് നമുക്ക് ആ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ. അപ്പോൾ വനിതാ നേതാവ് ഒന്നും കൂടി അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അവർ നോർമലി അവരുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വരുത്തിക്കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. എന്താണ് ശരിക്കും ഇവിടെ നടന്നിട്ടുണ്ടാവുക? ശരിയായിരിക്കാം, നല്ല സൗഹൃദം നിങ്ങൾ സൂക്ഷിക്കുന്നവരായിരിക്കാം. അതിപ്പോൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ. നമുക്ക് ഈ പറയുന്ന പോലെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസിൽ നിൽക്കുക എന്നൊരു സംഭവം ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ഒരു സ്ത്രീ സുഹൃത്താണെങ്കിലും പുരുഷ സുഹൃത്താണെന്നുണ്ടെങ്കിലും ഒരു ബോഡി ലാംഗ്വേജ് വഴി അവർ നോ പ്രകടിപ്പിച്ചാൽ അതിൻ്റെ അർത്ഥം നോ എന്ന് തന്നെയാണ്. ഷേക്ക് ഹാൻഡിനായിട്ട് കൈ നീട്ടിക്കഴിഞ്ഞാൽ അത് ഷേക്ക് ഹാൻഡിനുള്ള മാത്രം അനുമതിയാണ്. അതല്ലാതെ അപ്പുറത്തേക്ക് ഒരു ആലിംഗനത്തിനായിട്ട് മുന്നിലേക്ക് ചെന്ന് അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറാതിരിക്കുക എന്നുള്ളത് നമ്മൾ കാണിക്കേണ്ട ഒരു ബേസിക് മാനേഴ്സിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ വിചാരിക്കും എന്താണ് അപ്പോൾ ഈ പറയുന്ന പോലെ സൗഹൃദങ്ങളിലൊക്കെ ആലിംഗനം ചെയ്യുന്നുണ്ടല്ലോ പുരുഷ സ്ത്രീ ഭേദമന്യേ. ശരിയാണ്, പുരുഷനും സ്ത്രീ ഭേദമന്യേ ആലിംഗനം ചെയ്യുന്നവരുണ്ട്, ഫ്രണ്ട്ഷിപ്പ് അത്രത്തോളം പ്രകടിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ രണ്ടുപേരുടെയും കൺസെൻറ്റ് വളരെയധികം പ്രധാനമാണ്. ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ അടുത്ത് അവർ കംഫർട്ടബിൾ ആണോ എന്നുള്ളത് അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ആദ്യം പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ അടുത്ത് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ വലിയൊരു ഡിസ്റ്റൻസോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ അടുത്ത് ഇടുന്നുണ്ടായിരിക്കില്ല. ഭയങ്കര ക്ലോസ് ആയിരിക്കും. അത് ഈവൻ നമുക്കൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്നൊരു തോട്ട് പോലും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാത്ത തരത്തിലായിരിക്കും അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മളോട് പെരുമാറുക. ഇത് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണെന്ന് അറിയാമോ? തൊഴിലിടങ്ങളിൽ, പൊതു ഇടങ്ങളിലൊക്കെ വെച്ച് നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുന്ന സമയത്താണ്. ഈ പറയുന്ന പോലെ എല്ലാവരും ഇമോഷൻസ് ഷെയർ ചെയ്യുന്നതൊക്കെ തന്നെ പലപ്പോഴും ബോഡി ലാംഗ്വേജിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് ഞാൻ അത്ര ഓക്കെ അല്ല, ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഇതൊക്കെ തന്നെ നമുക്ക് ബോഡി ലാംഗ്വേജിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ ഒരാളുടെ നോയും ബോഡി ലാംഗ്വേജിലൂടെ പഠിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇത് പ്രധാനമായും നടക്കുന്നത് ഫ്രണ്ട്ഷിപ്പിലും മറ്റു കാര്യങ്ങളിലും ഒക്കെയാണ്. ഈ പറയുന്ന പോലെ എതിരെ നിൽക്കുന്ന ആൾ ഭയങ്കര സ്നേഹത്തോടെയാണ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ എതിരെ നിൽക്കുന്ന ആൾ ആ ഒരു സെൻസിൽ അത് എടുത്തെന്ന് വരില്ല. കംഫർട്ടബിൾ അല്ലാതിരിക്കുക എന്നതിൻ്റെ അർത്ഥം എതിരെ നിൽക്കുന്ന ആൾ മോശമാണെന്നോ അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾ അത് മോശമായ രീതിയിലാണ് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊന്നുമല്ല. ആ രീതിയിൽ ഒന്നും തന്നെ ഇതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. കംഫർട്ടബിൾ പ്ലസ് കൺസെൻറ്റ്, ഈ രണ്ടും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്താൽ തന്നെ ഈ തരത്തിലുള്ളൊരു ഓക്വേർഡ് സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ വീഡിയോ തന്നെ നല്ല രീതിയിൽ വൈറലാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തൊക്കെ കമൻറ്റുകളാണ് രസകരമായി ഇനി വരാനിരിക്കുന്നതെന്നുള്ളത് കണ്ടു തന്നെ അറിയാം.